വേറെ വല്ല കൾച്ചറൽ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ അവിടെ നാട്ടിലോ എവിടെയോ? നാട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ ഒഴിവാണ്. ഇവിടെ ഉണ്ടോ? ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുക. നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ട്. അതെ. പിന്നെ നമ്മളുടെ ആ ഒരു വിശ്വാസമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ പലതിൽ നിന്നും ഒഴിവാകണം. 30-36 വർഷക്കാലത്തെ ഈ പ്രവാസി ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും സന്തോഷവാനല്ലേ? അൽഹംദുലില്ലാ. ഇതുവരെ എനിക്ക്, ഞാൻ പടച്ചോനെ മറന്ന് പറയുന്നതല്ല, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പരാജയപ്പെടാൻ വിജയിക്കാം. പക്ഷെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് പതറില്ല. വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കും, അതിനുവേണ്ടി വീണ്ടും ട്രൈ ചെയ്യും. പിന്നെ ചിന്തിക്കും, ഇത് വേറൊരാൾക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്കൊരു പ്രവാസിയായ വേറൊരാൾക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ പ്രവാസിയായ എനിക്ക് എന്തുകൊണ്ടത് ശരിയാക്കി കൂടാ? ഏതെങ്കിലും സമയത്ത് ശരിയാവും. അത് ട്രൈ ചെയ്തിട്ട് അങ്ങനെ അൽഹംദുലില്ലാ അപ് ടു നൗ ഹാപ്പിയാണ്. എനിക്ക് ആ കാര്യങ്ങളിലൊക്കെ വളരെ ഹാപ്പിയാണ്. ഇനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കുറച്ച് കാലത്തിന് ശേഷം നാട്ടിൽ പോയിട്ട് സെറ്റിലാകണം അങ്ങനെ? അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു രസം പറയാം. ഞങ്ങളൊരു ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട് ഉസ്മാൻ ഖാനെ അതിൻ്റെ കാറിൽ, അപ്പോൾ ഒരാൾ പറഞ്ഞു, എമിഗ്രേഷനിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, 55 വയസ്സ് കഴിഞ്ഞവർക്ക് പിന്നെ റെസിഡൻസ് പെർമിറ്റ് പുതുക്കി കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കേട്ട ഉടനെ ഉസ്മാൻ ഖാൻ പറഞ്ഞ്, എന്നാലെങ്കിലും നമ്മളെപ്പോലത്തെ ആൾക്കാരൊന്നും ഇവിടുന്ന് പോകുമല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ കൂടെ, കാരണം നമ്മളൊരു ബിസിനസ്സൊക്കെ സെറ്റപ്പ് ചെയ്ത് നിൽക്കുന്നൊരു വീടാണ്. 10-32 കുടുംബങ്ങൾ നിൽക്കുന്ന, പിന്നെ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ട്. നാട്ടിലാണെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ. അപ്പോൾ ആ വക കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല. ഒട്ടും ആവശ്യമില്ല. എനിക്കാണോ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്. പിന്നെ ഗെറ്റ് ടുഗദറിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ 300 പേരായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ 370 വരെ എത്തി എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോഴും പോയി കഴിഞ്ഞാൽ 10-15 അല്ലെങ്കിൽ 8 ഒരാഴ്ചയൊക്കെ നിൽക്കുക, തിരിച്ചു പോരുക എന്നുള്ള ആ ഒരു ഇതിലാണ്. നാടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നാട്ടിലെ പല കാര്യങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക് ലൈഫും നാട് പോകുന്നൊരു വഴിയും. അതിപ്പോൾ നിങ്ങൾ ഈ ഗൾഫിലുള്ള ആരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മളെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ നാട്ടിൽ പോയിട്ട് ഇതേപോലെ അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് വരുന്നുള്ളൂ. പക്ഷെ അതിന് ആൾക്കാർ അത്ര അത് ചിന്തിക്കില്ല. സാഹചര്യം കുറവാണെങ്കിലും കൂടെ ഇപ്പോൾ ഒരു പരിധി വരെയുള്ള ജോലികളൊക്കെ ശരിയാണ് അല്ലേ? ഇപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 300-400 രൂപയാണ് അന്യനാട്ടുകാർ വന്ന് പണിയെടുക്കും. അത് അവിടെ പണിയെടുക്കുന്നില്ല, എന്നാൽ അതേ ജോലി തന്നെ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഞാൻ പറഞ്ഞ എല്ലാ പ്രവാസികളോടും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ചാൽ പറയുന്ന അതേ വാക്ക് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിനൊരു മാറ്റം പറയണം ശരിക്കും പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും വരേണ്ടതാണ്. കബീർക്ക എനിക്കൊണ്ട് പൊതുവെ ഒരു ശാന്ത സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നല്ലേ? ഇന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ദേഷ്യം വരാറുണ്ടോ? ദേഷ്യപ്പെടേണ്ടടുത്തൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. ഇഷ്ടപ്പെടാതെ മറ്റുള്ള പ്രവൃത്തികളിൽ ഇഷ്ടപ്പെടാതെ വരുന്നത് എന്താണ് ശരിക്കും പറയുന്നത്? അങ്ങനെ ഒരു എല്ലാ കാര്യം എനിക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരണമെന്ന് പറയില്ല നമ്മൾ. അതെന്താണ് ഒരു പൊതുവായിട്ട് മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ ഇഷ്ടപ്പെടാതെ? മറ്റുള്ളവരുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നിലയിൽ ഞാൻ പ്രതികരിക്കുന്നൊരു വ്യക്തിയാണ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് കാര്യമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. പുറത്തിപ്പോൾ വർക്കേഴ്സിനായിട്ടൊരു ലിമിറ്റ് വരെ സാധിക്കുള്ളൂ. കാരണം അവരെ നമ്മൾക്ക് ഉറപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒരേപോലെ അല്ല, പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ചിലവരിൽ നിന്നൊക്കെ എഴുതി മേടിച്ചോട് വെക്കും. പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് വിളിച്ചിട്ടാണ് പറയുക ഓരോരുത്തരിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർ കേൾക്കാതെ അവരോട് മാത്രം പറയാന്നുള്ള എനിക്ക് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം അതിലൊക്കെ പലതും നമുക്ക് പഠിക്കാനുണ്ട്. പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകാൻ പിന്നെ വേറൊരു ഫീൽ ചെയ്യില്ല. വഴക്ക് പറഞ്ഞാലും അല്ലേ? മറ്റുള്ളവർ കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞത് നല്ല ക്വാളിറ്റിയാണ് ശരിക്കും. കേടാ മക്കളെ കുറിച്ച് പറഞ്ഞില്ല,
എനിക്ക് 2 ആണും ഒരു പെണ്ണാണ്. മൂത്ത മകൻ അവൻ RECയിൽ നിന്ന് BTech കഴിഞ്ഞു, പിന്നെ IIM ബാംഗ്ലൂരിൽ നിന്ന് MBA കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബിസിനസ്സിലും അവനൊരു ജോലിയായിട്ട് പോകുന്നു. പിന്നെ രണ്ടാമത്തെ മകൻ ആഷിൻ കബീർ. അവൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫ് ഡോക്ടറാണ്, 2 മക്കളുണ്ട്. പിന്നെ മോളാണ് നടുവിലുള്ളത്. അവൾ PG കഴിഞ്ഞു HR-ൽ. അവൾ US-ലായിരുന്നു. അവിടെ സ്കൂളിൽ ഒരു ക്ലാസ്സിന് പോയിരുന്നു. പിന്നെ മകൻ 5 വയസ്സായപ്പോൾ സണ്ണില്ലോന്ന് തോന്നി അവിടെ അത് തുടർച്ചയായിട്ട് നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ മംഗലാപുരം വന്നിട്ട് ഇൻഫോസിസിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ തന്നെ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കൊല്ലമൊന്നും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ എൻ്റെ പൊതുവെ അധ്യാപകരുടെ മക്കൾ ഒന്ന് മോശമായി പോകാറില്ലെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് നാട്ടിൽ. അപ്പോൾ അധ്യാപകൻ്റെ മകനായ കബീർക്കാണ് മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം. തീർച്ചയായിട്ടും. കാരണം അതിലെനിക്ക് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് എത്തിപ്പറ്റാൻ പറ്റിയില്ല. കാരണം ഞാൻ SLC കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ആ മനസ്സിലൊരാഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് എത്രയും വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അതിന് എന്തെന്നെ ചിലവ് വന്നു കഴിഞ്ഞാലും അത് നമുക്കൊരു വിഷയമായിട്ട് എടുക്കരുത്. എല്ലാവരോടും പറയാനുള്ളത് എനിക്കാണ്. അപ്പോൾ മകൾ എന്നിട്ട് മംഗലാപുരം ഇരുന്ന സമയത്ത് SDN കോളേജിൽ ലെക്ചറായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കൊല്ലം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ അങ്ങനെ പുള്ളിക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇവിടെ നിൽക്കും. മൂന്നാമത്തെ മകനെ പറ്റി പറഞ്ഞില്ല. മൂന്നാമത്തെ മകന് ബിസിനസ് മാനേജ്മെൻറ്റിന് രാസൽ കൈമയിൽ ഫൈനൽ ഇയറാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ. ഹാലിം. എല്ലാ വിധത്തിലും കുടുംബത്തിലും നേരത്തെ തന്നെ വൈഫിനെ കുറിച്ച് പറഞ്ഞു, പ്രചോദനമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാറ്റിലും ഉണ്ട് കൂടെ. ബെറ്റർ ഹാഫ് എന്നാണല്ലോ എനിക്ക് പറയുന്നത്. എന്തായാലും കബീർക്കയുടെ ആയിട്ടുള്ള ഈ അഭിമുഖം എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് അനുഭവങ്ങൾ 10-36 വർഷക്കാലത്തെ പല കാര്യങ്ങളിലും വ്യക്തമായൊരു കൺസെപ്റ്റുള്ള വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ബിസിനസ്സെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഫർദർ ഡെവലപ്മെൻറ്റ് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഈ പോകുന്ന രീതിയിൽ ഭംഗിയായിട്ട്, കാരണം 10-32 കുടുംബങ്ങൾക്ക് ഞാൻ മുഖേന അവരെ സഹായിക്കാൻ പറ്റുന്ന ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് നിലനിർത്തി പോകണമെന്നുള്ള ആഗ്രഹം അല്ലേ? ഒരുപാട്. എന്തായാലും ഇക്കാടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ. അള്ളാഹു എല്ലാ നന്മകളും നൽകട്ടെ. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഒരുപാട് താങ്ക് യു വെരി മച്ച്. വടക്കേക്കാട് സ്വദേശി കബീർ സാഹിബുമായിട്ടുള്ള അഭിമുഖത്തോടെ പൂർണ്ണമാകുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ നല്ല അനുഭവങ്ങൾ അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ പങ്കുവച്ചു. നമുക്ക് അത് ഒരു പുതിയ പാഠപുസ്തകം പോലെയായിരുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ ആരാണ്? ചോദ്യം ഒന്നുകൂടി: ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.